കാലടി കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഒക്ടോബർ 17 മുതൽ 26 വരെ. തിരുനാൾ ദിനമായ ഒക്ടോബർ 26-ന് ഫാദർ ജോസഫ് ഇടശ്ശേരി, ഫാദർ ഫ്രാൻസിസ് കുരിശിങ്കൽ എന്നിവർ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ. കാലടി കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ ഒക്ടോബർ 17 മുതൽ 26 വരെ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച 17-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് കൊടിയേറ്റോടുകൂടിയാണ് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക. തിരുനാളിന്റെ ആദ്യ ദിനമായ ഒക്ടോബർ 17-ന് നടക്കുന്ന കൊടികയറ്റത്തിനും ദിവ്യബലിക്കും പള്ളി വികാരി ഫാദർ മാത്യു മണവാളൻ മുഖ്യ കാർമ്മികനാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6:15-ന് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. ഒക്ടോബർ 25-ന് കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. സമാപന ദിവസമായ ഒക്ടോബർ 26-ന് പ്രസിദ്ധേന്തി വാഴ്ചയും ഫാദർ ജോസഫ് ഇടശ്ശേരി, ഫാദർ ഫ്രാൻസിസ് കുരിശിങ്കൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലിയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവസാന ദിവസമായ 10-ാം ദിവസം ഞായറാഴ്ച 4:30 മണിക്ക് പ്രസിദ്ധേന്തി വാഴ്ചയും തുടർന്ന് ആഘോഷമായി ദിവ്യബലി നടക്കുന്നതാണ്. അതിനുശേഷം പ്രസംഗം ഉണ്ടായിരിക്കും. പിന്നീട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, ജപമാല തുടങ്ങിയുണ്ടാവും. അതിനുശേഷം ചരിത്ര പ്രസിദ്ധമായ ജപമാല പ്രദർശനം, അത് കാലടി പോലീസ് സ്റ്റേഷൻ കവലയിലേക്കായിരിക്കും പോവുക. അതിനുവേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 7000-ഓളം മുഴം മുല്ലപ്പൂവൽ അലങ്കരിച്ച രഥത്തിലായിരിക്കും മാതാവ് ഇറങ്ങുക. അത് ഭക്തി നിർഭരവുമായും ആഘോഷപരമായും തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. തിരുനാൾ കമ്മിറ്റിക്ക് വേണ്ടി വികാരി ഫാദർ മാത്യു മണവാളൻ, കൈക്കാരന്മാരായ MV ജോയ് മരോട്ടിക്കുടി, TV ജോസ് താനത്താൻ, ജനറൽ കൺവീനർ സിബി ആന്റണി തോട്ടത്തിൽ, വൈസ് ചെയർമാൻ പീറ്റർ ഇത്താപ്പിരി, പബ്ലിസിറ്റി കൺവീനർ സെയിന്റ് തോമസ് കൈപ്രമ്പാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വർഷം 3700-ഓളം പ്രസിഡന്റുമാരാണ് ലാസ്റ്റ് തിരുനാളിന് ഞായറാഴ്ചത്തെ ദിവസത്തേക്ക് നമുക്ക് പേര് തന്നിരിക്കുന്നത്. ഭക്തി നിർഭരമാണ്, എന്നാൽ ആഘോഷപരമാണ്. അതിലുപരിയായിട്ട് നമ്മൾ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിനകത്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇത്തരത്തില് ഈ 3 സംഭവങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നടത്തുന്ന തിരുനാളുകൾ വളരെ വിരളമായിരിക്കും. കൈപ്പട്ടൂര് ഇത് വളരെ ആഘോഷപൂർവ്വം നടത്തി വരുന്നു. ന്യൂസ് ബ്യൂറോ, കാലടി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.